ഭയങ്കര സൂപ്പറാണെന്ന് പറയും. പക്ഷേ ഇത് അടുത്ത് കഴിയുമ്പോഴായിരിക്കും മനസ്സിലാകുന്നത് ഇതൊക്കെ വെറും പുറം പൂച്ചുകൾ മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ ഇവരോട് അടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ എന്താണ് പൊള്ളയാണ് എന്ന് മനസ്സിലാകും. അവിടെ നമ്മൾക്ക് മനസ്സിലാകും അമേരിക്കയിൽ പോയിട്ടും കാര്യമില്ല, വലിയ ജോലി ഉണ്ടായിട്ടും കാര്യമില്ല, എല്ലാം വേണം, പണം വേണം, പണമില്ലാതെ നമ്മൾക്ക് ജീവിക്കുവാനായിട്ട് പറ്റത്തില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ പണമുണ്ടായിട്ടും നമ്മൾക്ക് ലഭിക്കേണ്ട സമാധാനവും സ്വസ്ഥതയും നമ്മളുടെ കുടുംബജീവിതത്തിൽ ലഭിക്കുന്നില്ല എങ്കിൽ ഈ പണം കൊണ്ട് വല്ല അർത്ഥമുണ്ടോ? ഒരർത്ഥവുമില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം പണം വേണ്ട എന്നല്ല. ഈ ലോകത്തിൽ ജീവിക്കുവാൻ നമ്മൾക്ക് പണം ആവശ്യമാണ്, പണം ആവശ്യമാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പുറത്തുള്ള ഇങ്ങനെയുള്ള വിവാഹാലോചനകളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് അറിഞ്ഞുകൂടാ അല്ലേ? ഇത് ഓരോരുത്തരും കൊണ്ടുവരും. പുറമേ നിന്ന് നോക്കുമ്പോൾ അവർ പറയും ഓ സൂപ്പറാണ് സൂപ്പറാണെന്ന് പറഞ്ഞിട്ടാണ് പല വിവാഹങ്ങളിലേക്കും നമ്മൾ എടുത്തു ചാടുന്നത്. പക്ഷേ നമ്മൾക്ക് അറിഞ്ഞുകൂടാ ഇവർക്ക് അവിടെ വേറെ അഫെയറുകളുണ്ടോ, വേറെ ബന്ധങ്ങൾ അവിടെ ഉണ്ടോ എന്നൊന്നും നമ്മൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മൾക്ക് ഇവിടെ എന്താണ് ഉത്തരം തരേണ്ടത് ആരാണ്? മനുഷ്യരോട് ചോദിച്ചു കഴിഞ്ഞാൽ പലരും അറിയുന്ന കാര്യങ്ങൾ പോലും മിണ്ടത്തില്ല. കാരണം വിവാഹം ഇവർ മുടക്കി എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ കിടക്കപ്പുറതി ഉണ്ടാകത്തില്ല. അതുകൊണ്ട് പലരും അറിയുന്ന കാര്യങ്ങൾ പോലും പുറത്തോട്ട് പറയാറില്ല. അപ്പോൾ എന്താണ് നമ്മൾക്കിതിനകത്തൊരു സൊല്യൂഷൻ? എന്താണ്? ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ, അങ്ങ് ഒരുക്കുന്നതിനെ എൻ്റെ ജീവിതത്തിലോട്ട് ഒരുക്കി തരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം തക്ക തുണയെ നമ്മളുടെ ജീവിതത്തിൽ ഒരുക്കി തരിക തന്നെ ചെയ്യും. ഇനി ഈ തക്ക തുണയെ ഒരുക്കി തന്നു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുക എല്ലാം സ്മൂത്തായിട്ട് പോവുകയാണ് എന്ന് വിചാരിക്കരുത്. അവിടെയും വിഷയങ്ങൾ വരും. കാരണം രണ്ട് എന്താ പറയുക കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടതാണ് അല്ലേ? രണ്ട് സാഹചര്യങ്ങളിലൂടെ വളർന്നു വരുന്നവരാണ്. വിഷയങ്ങളും അവിടെയും ഉണ്ടാകും. പക്ഷേ ഇവിടെ എന്താണെന്നറിയാമോ? ദൈവം യോജിപ്പിച്ചതാണ് എങ്കിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട് അതിനകത്ത്. എന്താണെന്നറിയാമോ? അതിൻ്റെ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുത്തോളും. നമുക്ക് ദൈവത്തോട് ചോദിക്കാം, കർത്താവേ, ഞാൻ അങ്ങയുടെ ആലോചന ചോദിച്ചിട്ട് അങ്ങയുടെ ഹിതപ്രകാരമല്ലേ ഞാൻ ഈ വിവാഹത്തിലോട്ട് എടുത്തു ചാടിയത്? പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ കുടുംബജീവിതത്തിൽ ഈ വിഷയങ്ങൾ കടന്നു വരുന്നത്? എൻ്റെ ജീവിത പങ്കാളി എന്തുകൊണ്ടാണ് മറ്റൊരു അഫെയറിലേക്ക് പോകുന്നത്? ഇതൊക്കെ നമ്മൾക്ക് ദൈവത്തോട് ചോദിക്കുവാനുള്ള റൈറ്റ്സ് ഉണ്ടാകും. ഇനി ഇതൊന്നുമില്ലാതെ നമ്മുടെ ഇഷ്ടപ്രകാരം തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് ദൈവത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ദൈവം പറയും നീ എന്നോട് ചോദിച്ചിട്ടാണോ ഇതിനകത്തോട്ട് എടുത്തു ചാടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഉത്തരമില്ല. അവിടെയും പ്രാർത്ഥിച്ചാൽ വിടുതൽ ദൈവം തരും. കാരണം നമ്മളുടെ ജീവിതത്തിൽ തെറ്റുകൾ പറ്റിപ്പോയാൽ എന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഒരു വിവാഹം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വില കൊടുക്കേണ്ടി വരും. അതൊരു നേരായ രീതിയിലേക്ക് അല്ലെങ്കിൽ നമ്മൾക്കൊരു സ്വസ്ഥതയും സമാധാനമുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് വരണമെങ്കിൽ നമ്മളതിന് കുറേ വില കൊടുക്കേണ്ടി വരും. അതേസമയം ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള വിവാഹമാണ് എങ്കിൽ നമ്മളതിന് വലിയ വിലയൊന്നും കൊടുക്കേണ്ടി വരത്തില്ല. നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉടനെ ദൈവം അതിന് പരിഹാരം തരും. അതാണ് മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് അല്ലേ? സൃഷ്ടിച്ചവൻ ആദ്യവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അത് നിമിത്തം പുരുഷൻ മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവരിരുവരും ഏക ശരീരമായി തീരും. അതിനാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യന് വേർതിരിക്കരുതെന്ന് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവം യോജിപ്പിച്ചതിനെ വേർതിരിക്കാൻ ഒരു മനുഷ്യനും കഴിയത്തില്ലെന്നും ഏത് അഫെയറിൽ ചെന്ന് പെട്ടാലും അതിൽ നിന്നൊക്കെ ആ കുരുക്കിൽ നിന്നൊക്കെ ഊരിക്കൊണ്ട് വരുവാൻ ആർക്ക് പറ്റും? ദൈവത്തിന് പറ്റും. ഇനി എന്തിനേറെ പറയുന്നു, നമ്മുടെ ദൈവവുമായിട്ട് കണക്റ്റ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ എന്താണെന്നറിയാം